ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും നാടൻ ചിക്കൻ കറിയുമാണ്. അതിനുള്ള വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ മൈദ എടുത്ത് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട ഇട്ടത്, അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ സോഡാപ്പൊടി ഇടുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സോഡാപ്പൊടി ഇട്. നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൊണ്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കാം. മൈദ നമ്മൾ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂണ് എണ്ണ നമുക്ക് ഒഴിക്കാം. അതിൻ്റെ മേളിൽ ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 4 മണിക്കൂർ അടച്ചു വെച്ചേക്കാം. 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു നടുക്ക് കുഴി ഒഴിച്ച് എണ്ണ ഒഴിച്ച് വെച്ചതാണ്. അതുകൊണ്ട് നല്ല മയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി അങ്ങ് അടച്ചു വെച്ചേക്കാം. നാല് മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല മയമൊക്കെ ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നമുക്ക് ഓരോ ഉരുളകളാക്കാം. ഇരുമ്പ് കൊണ്ട് നമ്മളിങ്ങനെ മുറിച്ചതിന് ശേഷം പരത്തിയതിന് ശേഷം അകത്തോട്ട് ആക്കി ഇങ്ങനെ ഒരു ഉരുളയാക്കി എടുക്കാം. ബാക്കി ഉരുളകൾ ഞാൻ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. നീ അതിൻ്റെ മണ്ടയിലേക്ക് ഒരു 3-4 തുള്ളി എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം പൊടിയിട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ പരത്താം. നമ്മൾ ഇപ്പുറത്തോട്ട് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് പൊടി മതി. നമ്മൾ പരത്തി വെച്ചത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ
ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കണം. എണ്ണ എല്ലാ ഭാഗത്ത് ഇച്ചിരി കൂടി പൊടി ഇട്ട് കൊടുക്കണം. പൊടി ഇട്ടതിന് ശേഷം അടുത്ത ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി അതിൻ്റെ മേടി വെക്കണം. ഇതേപോണക്ക് തന്നെ അടുത്തത് പരത്തിയിട്ട് എണ്ണ ഒഴിച്ച് സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതൊഴിച്ച് പൊടിയിട്ട് വീണ്ടും അങ്ങനെ പരത്തി വെക്കണം. ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ പരത്തി ഉണ്ടാക്കി പൊടിയും ഇട്ട് എണ്ണയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് മേളിൽ നിന്ന് പരത്തിയത് ഇങ്ങനെ വലിക്കും. പിന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചുറ്റി കറി നമ്മൾ എണ്ണ തട്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പരുത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം ശകലം എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് അതേപോണക്ക് ചുറ്റിച്ചെടുക്കാം. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണാം. എല്ലാം ഞാൻ അതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുത്തതിനോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഇനി നമുക്ക് ദോശത്തവ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിനി പത്തിരി എടുത്തിടാം. പത്തിരി എടുത്തിട്ടതിന് ശേഷം നമുക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ ഒന്ന് എണ്ണ ഒന്ന് തൂകും. ഇത് നല്ലതുപോലെ 2 വശം മൂത്ത് ഇനി നമുക്കിത് എടുക്കാം. ഈ ചുട്ടെടുത്തത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചുട്ടെടുത്തത് ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഇറച്ചി നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി വെക്കാം. ചിക്കനിൽ നല്ലതുപോലെ മുളകെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ അടച്ച് വെച്ച് മാറ്റി വെക്കാം. നമ്മൾ ചിക്കനുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് നമുക്ക് 2 പച്ചമുളക്,
ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ പൊടി, എല്ലാം കൂട്ടി നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നമുക്കൊന്ന് അടച്ച് വെക്കാം. അന്നേരം ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടും. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 3 സ്പൂണും മുളക് പൊടി 2 സ്പൂണും ഇട്ട് കൊടുത്ത് അതിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കാം. മുളകും മല്ലിയും ചൂടായതിന് ശേഷമാണ് ഞാൻ ചിക്കൻ മസാല ഇട്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിപ്പഴം ഞാൻ ഇട്ട് ഉള്ളി നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കി വെച്ച മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് ഇനി നമുക്കതൊന്ന് ഇളക്കാം. മുളകൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇനി നമുക്ക് മുമ്പേ നമ്മൾ അരപ്പ് വരട്ടി വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി നമ്മളെല്ലാം വാരിയിട്ട് ഇനി ഉള്ളിയായിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കാം. നല്ലതൊന്ന് ഇളക്കിയതിന് ശേഷം കാണാം. ഉള്ളിയും ചിക്കനുമായിട്ട് നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കി വെച്ച് ഇപ്പോഴേ ഇനി വെള്ളം ഒഴിക്കണ്ട. ഇച്ചിരി കഴിഞ്ഞതിന് ശേഷമേ വെള്ളം ഒഴിക്കാവൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. നമ്മൾ ഇതുവരെയും ചിക്കന് വെള്ളം ഒഴിച്ചിട്ടില്ല. അന്നേരം തിളയ്ക്കുമ്പോഴും വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം.
ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടാം. ഞാൻ നോക്കിയിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പത്തി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.